ഹായ് ഓൾ. ഇൻഫർമേഷൻ ഓവർലോഡഡ്, ഇതാണ് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. മുമ്പൊക്കെ ആൾക്കാർക്ക് കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ ഇപ്പൊ കൂടുതൽ അറിവുള്ളതാണ് പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഏകദേശം ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോകുന്നില്ല. അപ്പൊ ആ കുട്ടിയോട് ഞാൻ കൗൺസിലിംഗ് ഞാനാണ് എടുത്തത്. അപ്പൊ എടുത്ത സമയത്ത് എനിക്ക് കുട്ടിയോട് സംസാരിച്ചപ്പോൾ രസകരമായ ഒരു ഉത്തരമാണ് കുട്ടി പറഞ്ഞത്. എന്നോട് പറഞ്ഞത്, സാറേ, ഈ ടീച്ചർക്ക് ഉള്ളതിനേക്കാളും വിവരം ഈ സബ്ജക്റ്റിൽ എനിക്കുണ്ട്. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു, വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചാറ്റ് ജിപിടിയും ജെമിനിയും മെറ്റായും ഒക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് കുട്ടി ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് കമ്പയർ ചെയ്യണം, ടീച്ചറെക്കാളും വിവരം എനിക്കുണ്ടെന്നാണ് കുട്ടിയുടെ ഒരു അസംഷൻ. അത് തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ഞാൻ അടുത്ത 1 മണിക്കൂറാണ്. അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം. ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്തിനെ കുറിച്ച്? നീറ്റ് 2026 കട്ട് ഓഫ് അല്ലെ, കൗൺസിലിംഗ്, അലോട്ട്മെന്റ്, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും സംശയത്തിന് ഒരു കുറവില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. ആവശ്യത്തിലധികം വിവരങ്ങൾ ബ്രെയിനിലുണ്ട്. അവിടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എസെൻഷ്യൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഒന്ന് കിട്ടും. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആദ്യം നമുക്ക് കട്ട് ഓഫിന്റെ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കാം. കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? സെറ്റ് അല്ലേ? ഓക്കെ, കട്ട് ഓഫിന്റെ കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കുന്ന സമയത്ത് ഒന്ന് സെറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഓക്കെ, ശരി മക്കളെ, കട്ട് ഓഫിന്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് ടോപ്പ് കോളേജുകൾ കിട്ടാനുള്ള മാർക്ക് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഞാൻ ഈ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞാണ്, ഓൾറെഡി ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്താ? ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വിലപിക്കും അല്ലെ. നമ്മളൊരു കാര്യത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? അപ്പൊ അതിൽ ശരിക്കും ദ ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ്. ശരി, നിങ്ങൾ ഭയങ്കരമായിട്ട് അധ്വാനിച്ചു, നല്ല രീതിയിൽ വർക്ക് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കുറച്ച് മോശമായി, അത് ആക്സെപ്റ്റ് ചെയ്യാം. ഈ സൈക്കോളജി ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി തന്നെ ഉണ്ട്. അതിൽ ചെയ്യുന്നതാണ് നമ്മൾ കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. അത് നമ്മൾ ഇനി എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ലിവ് ഇൻ ദ പ്രസന്റ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താ? ടോപ്പ് കോളേജിൽ കിട്ടാനുള്ള മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ റിസൾട്ട് വന്നതിന് ശേഷം അല്ലെ, ഡു യു ഹാവ് ദി എലിജിബിലിറ്റി ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ ടോപ്പ് കോളേജസ് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കറിയാം, എയിംസിലൊക്കെ കിട്ടണമെങ്കിൽ, ജിപ്പറിൽ കിട്ടണമെങ്കിൽ, AFMCയിൽ കിട്ടണമെങ്കിൽ, മറ്റുള്ള എയിംസിൽ കിട്ടണമെങ്കിൽ റാങ്ക് റേഞ്ചിന്റെ ഏകദേശം ധാരണ പല വീഡിയോസിനായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ജസ്റ്റ് അപ്രോക്സിമേറ്റ് ആണ്, അലോട്ട്മെന്റ് തുടങ്ങിയിട്ടില്ല. ഒരു 700-715 ഒക്കെയാണ് എയിംസിൽ ഡൽഹിയിലൊക്കെ കണക്കാക്കുന്നത്. നിങ്ങൾക്കറിയാം, എയിംസ് ഡൽഹിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല അല്ലെ. ജിപ്പർ ഒക്കെ ആണെങ്കിൽ 680, 700. AFMC പൂനെ ആണെങ്കിൽ 620 + 650. അവിടെ നിങ്ങൾക്ക് ഫൈനൽ അഡ്മിഷൻ, അതിൽ ഒരുപാട് ഇന്റർവ്യൂ, അതുപോലെ തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് കടന്നു പോയിട്ടാണ്. എന്നാലും ഒരു 650 വരെയൊക്കെ നമുക്കത് നോക്കാം. മറ്റുള്ള എയിംസുകളിലാണെങ്കിൽ 660, 690 നമ്മൾ കണക്കാക്കുന്നത്. ആദ്യം നോക്കേണ്ടത്, നമ്മൾ ഓരോ കടമ്പകളായിട്ട് പോവാണ്, ഓരോ സ്റ്റെപ്പുകളായിട്ട് പോവാണ്. ഈ സംഗതി കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ മാത്രമേ നിന്നാൽ മതിയല്ലോ, ഇല്ല നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പൊ ഇത് ഫസ്റ്റ് നോക്കുക. കാരണം ഇതിനുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ടോപ്പ് കോളേജുകളിൽ കിട്ടാനുള്ള മാർക്ക് നിങ്ങൾക്കുണ്ടോ? ഉത്തരം പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ട് എന്നാണെങ്കിൽ, ഇല്ല എന്നാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 560ന്റെ കണക്കാണ്. 560 പോരട്ടെ. എന്താ 560 പോരട്ടെ എന്ന് പറയുന്നത്? ഒരു 560 കാണുന്നുണ്ട് വലുതായിട്ട്. ഒരു മാജിക് നമ്പറാണ് 560 അല്ലെ. എന്താ ഇത്രയോളം 560ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? 560 ആണ് ഇപ്പൊ നമ്മൾ കണക്കാക്കുന്ന ഒരു മാജിക് നമ്പർ. 560, 565 ആ റേഞ്ചിലായിരിക്കും. ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു 560 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കും. 560, 565 റേഞ്ച് ആണ്. അതിന്റെ അടിയിൽ ഇൻ ബിറ്റ്വീൻ 562 ഇത്രയൊക്കെയാണ്. അപ്പൊ നമ്മൾ അതിനൊരു റൗണ്ട് ചെയ്ത് 560 സ്കോർ അറൌണ്ട് 560, അതായത് നിങ്ങൾ ഓൾ ഇന്ത്യ റാങ്ക് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. ഏകദേശം 560 റാങ്ക് ഒക്കെ വരുന്ന സമയം, 560 റാങ്ക് ഒക്കെ വരുമ്പോൾ 29,000, 28,800 ആ റേഞ്ചിലാണ് വരിക. അതായത് 29,000 വരെയാണ് നമ്മൾ ഇപ്രാവശ്യം കണക്കാക്കുന്ന അപ്രോക്സിമേറ്റ്. ഇപ്പൊ 560 എന്നുള്ള മാജിക് നമ്പറിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ? ശരിക്കും ഒരു ബിസ്ക്കറ്റ് ഈറ്റിംഗ് പോലെയാണ്. കുറെ ആൾക്കാർക്ക് ചാടിയിട്ട് നിരാശ ഉണ്ടാവും, ചില ആൾക്കാർ കിട്ടിയവർക്കുള്ള സന്തോഷം അല്ലെ. ആൾക്കാർ പലതരത്തിലാണ്. അപ്പൊ അവര് ചില ആളുടെ സന്തോഷം, ചില ആളുടെ വിഷമമുള്ള മൂമെന്റ് ആയിരിക്കും അല്ലെ. ഇപ്പൊ സാധാരണ രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോണ്ട് ഇതന്നെ പറയുന്ന സമയത്ത് ഒരു മടുപ്പുണ്ടാവില്ല. ശബരിമല പോയിട്ടുണ്ടായിരുന്നു. ശബരിമല പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഭയങ്കര ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള, നമ്മൾ പിന്നെ ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് അത് തന്നെ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കും, ഒരു ഭയങ്കര സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട് അവിടെ ഒരു കാര്യത്തിന്. എന്താ അറിയോ?
നമ്മള് ഈ മലയൊക്കെ കയറി അവിടെ എത്തി താഴത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ആൾക്കാർ കയറി വരുന്നുണ്ടാവും. അപ്പൊ നമ്മള് താഴത്തേക്ക് ഇറങ്ങി പോകുന്നു, അവര് കയറി വരുന്നു, നമ്മളിതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇവിടെ ഒരു മൊമെന്റ് ഉണ്ട്, ഈ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അവരുടെ ഏറ്റവും വലിയ കയറ്റാണ് നമ്മുടെ ഏറ്റവും വലിയ താഴ്ച. ഞാൻ പറഞ്ഞു മനസ്സിലായി? അവരുടെ ഏറ്റവും വലിയ കയറ്റത്തിലെ കൂടെയാണ് നമ്മൾ താഴ്ന്ന് ഇറങ്ങി പോകുന്നത്. അപ്പൊ രണ്ടുപേരുടെ മുഖത്തുണ്ടാവുന്ന ഒരു ഭാവ വ്യത്യാസമുണ്ട്. അപ്പോ ഇതൊക്കെ സ്വാഭാവികമാണ്. എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ആവില്ല സമയം, എല്ലാവരുടെയും ലൈഫ് ഒരേപോലെ ആവില്ല. അപ്പോൾ നിരാശനെ കൊണ്ട് കാര്യമൊന്നുമില്ല. വീണ്ടും കയറ്റങ്ങൾ വരും, ഇറക്കങ്ങൾ വരും, അല്ലെ? ഞാൻ പെട്ടെന്ന് ആ ഒരു മൂവ്മെന്റ് ഓർമ്മിച്ചപ്പോൾ പറഞ്ഞതാ. അപ്പൊ 560 എന്നുള്ള മക്കളെ, 560 എന്നുള്ള ഒരു മാജിക് നമ്പറിൽ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഉണ്ടെങ്കിൽ സെറ്റ്. ഈ വർഷം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ, അതായത് MCC, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതിൽ തന്നെ പറയുന്നുണ്ട് MCC അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രകാരം ഏതെങ്കിലും ഒരു കോളേജിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടും. ഇന്ത്യയിൽ എവിടെയെങ്കിലും, അവിടെ ഒരു ക്ലോസ് ഉണ്ട്, ഇന്ത്യയിൽ എവിടെയെങ്കിലും. അപ്പൊ എന്ത് ചെയ്യണം? പരമാവധി ഓപ്ഷൻ കൊടുക്കണം. കേരളത്തിൽ മാത്രം കൊടുത്ത് അല്ലെങ്കിൽ കർണാടകത്തിൽ മാത്രം കൊടുത്തിട്ട് SP നിങ്ങളല്ല പറഞ്ഞത് നിങ്ങൾ 560 കിട്ടിയാൽ കിട്ടുന്നു, 560 കിട്ടിയാൽ കിട്ടുന്നു. ഞാൻ പറഞ്ഞത് കണ്ടീഷനിലാണ്. അത് ഇന്ത്യയിൽ മാക്സിമം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതുണ്ടോ എന്നാണ് അടുത്ത് നോക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇനി ആരെയാണ് നമുക്ക് നോക്കണ്ടേ? ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം, അല്ലെ? കേരളത്തിലേക്ക് വരാം. ശരി. അപ്പൊ ഈ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 590, 595, അല്ലെ? നമുക്ക് കേരള ഒരു അലോട്ട്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത് പ്ലസ്, ഈ പ്ലസ് ശരിക്കും വലിയൊരു പ്ലസ് ആണ് കേട്ടോ. പ്ലസിന്റെ വലിപ്പം ഓരോ ദിവസം കഴിഞ്ഞാൽ കൂടി പോവാണ്. 600, ഇങ്ങനെ 601, 602, 603, അങ്ങനെ പോവാണ്. എന്നാലും നമുക്ക് ഇങ്ങനെ പറയാം, അടുത്ത ഒരു സാധ്യത എന്ന് പറയുന്ന സമയത്ത് 590, 595. കേരളത്തിൽ തന്നെ ഒരു MBBS സീറ്റ് വേണം എന്നുള്ള കുട്ടിക്ക് ഒരു 605 വരെ മാർക്ക് കിട്ടിയ ഓൾ ഇന്ത്യ ഒരു 605 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടും. ഇനി കേരള അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് തൊട്ട് പിന്നാലെ നടക്കുന്ന കേരള അലോട്ട്മെന്റില് 590 മുതൽ 595 പ്ലസ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. പ്ലസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരികയാണ്. അത് ചില സമയത്ത് 600 കടന്ന് 601, 602, 603 ഒക്കെ ആവും. കേരള റാങ്കും കൂടെ വന്നാലും കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ലെവല് ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അടുത്ത് നോക്കേണ്ടത്. അല്ലെ? ഇപ്പൊ 560ന്റെ കാര്യം ഞാൻ പറഞ്ഞു, അല്ലെ? അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ കേരളത്തിലേക്ക് വന്നു. അതേത് അലോട്ട്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞേ? ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്. അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്ന് കേരള ഗവൺമെന്റ് CEന്റെ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന അലോട്ട്മെന്റ് പ്രകാരം 590, 595 പ്ലസ് ആ കാറ്റഗറിയിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് കേരള അലോട്ട്മെന്റ് വഴി ഒരു MBBS സീറ്റ് കിട്ടും. അപ്പൊ അങ്ങനെ MBBS സീറ്റ് കിട്ടിയ നിസാരമായ ഫീസാണ്. ഓൾമോസ്റ്റ് 25,000 റുപ്പീസ് ഒരു വർഷം കൊടുത്തു കഴിഞ്ഞാൽ അതിമനോഹരമായ ക്യാമ്പസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അല്ലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്. ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ ഒരു ക്യാമ്പസിലേക്കൊക്കെ ആദ്യമായിട്ട് വരുന്ന കുട്ടികളെയും പാരന്റ്സിനും സന്തോഷം. ശരിക്കും ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് മൈൻഡിൽ ഉണ്ടോ എന്ന് നമ്മൾ നേടും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഈ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ജീവിതയാത്രയുടെ ഏതൊരു ഘട്ടത്തിൽ, എൻട്രൻസ് യാത്രയുടെ ഏതൊരു ഘട്ടത്തിൽ മനസ്സ് പതറിപ്പോകുന്നത് തന്നെയാണ് നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം. ആ മനസ്സ് പതറിപ്പോകുന്നതിന് പല റീസൺസ് ഉണ്ടാവും. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പ്രണയങ്ങളുണ്ടാവും, തകർന്ന പ്രണയങ്ങളുണ്ടാവും, ആരോ ഒരാളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനൊക്കെ ബേസ് ചെയ്തിട്ട് എത്ര കേസസ് എന്ന് അറിയോ? പക്ഷെ ഇങ്ങനെയുള്ള ഈ മാർക്ക് കുറഞ്ഞ എല്ലാ കുട്ടികൾക്കും നല്ല ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, അനാലിറ്റിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്. പക്ഷെ ഏതൊരു ഘട്ടത്തിൽ അവരങ്ങ് വീണുപോയി, മെന്റലി മാനസികമായിട്ട് മുറിവേറ്റ് പോയി, അല്ലെ? കനൽ വഴികളിലേക്ക് കൂടെ നടന്ന് കാല് പൊള്ളിയ ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അവർ നടന്നു വന്ന കനൽ വഴികളിലേക്ക് കൂടിയാണ്. ആ പൊള്ളലിന്റെ നീറ്റൽ ഓർമ്മിക്കാൻ അവർക്ക് സമയമുള്ളൂ, പഠനത്തിന് സമയം വിട്ടുപോയി. അപ്പൊ ഇനിയെങ്കിലും ഇത്തരത്തിൽ ജീവിതത്തിൽ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. കാരണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. എന്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും പഠിക്കാൻ പറ്റണം. അങ്ങനെ പഠിച്ച് 590, 95 റേഞ്ചിലേക്ക് എത്തിയ കുട്ടികൾക്ക് കേരളത്തിൽ MBBS കിട്ടിയിരിക്കും, ഉറപ്പാ. അപ്പൊ ഒരു 600 അതിന്റെ മേലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. എന്നാലും നമ്മൾ ഏകദേശം ഇപ്പോഴും സ്റ്റിൽ വി ആർ എക്സ്പെക്ടിങ് ദിസ് സ്കോർ. ഓക്കെ, ശരി. അപ്പൊ അതും കിട്ടിയോ. ഇനിയിപ്പോ നമ്മൾ ഏതിലേക്കാ പോണ്ടേ? അപ്പോ ടോപ്പിന്റെ ഞാൻ പറഞ്ഞു, കേരളത്തിന്റെയിലേക്ക് വന്നു. ഇനിയിപ്പോ വേറൊരു 450ന്റെ കണക്ക് ഞാൻ അങ്ങ് പറഞ്ഞുതരാം. 450 കേട്ടോ. എന്താ 450ന്റെ പ്രത്യേകത? ഇനി നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ട്. നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവുകയല്ലല്ലോ, ഉണ്ടാക്കുകയാണ്, അല്ലെ? ഇപ്പൊ പലരും പറയും എന്റെ കയ്യിൽ കാശില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മളെ ക്യാഷ് ഉണ്ടാക്കേണ്ടി വരും. ഒരു വർഷത്തേക്ക് 9 ലക്ഷം രൂപ
അല്ലെ? അപ്പൊ ഏകദേശം ഒരു 40 ലക്ഷം രൂപയുടെ മുകളിലാണ് ടോട്ടൽ വരിക 4 കൊല്ലം അടക്കുന്ന സമയത്തേക്ക്, അല്ലെ? അപ്പൊ ഇങ്ങനെ മനോഹരമായിട്ട് ഇവൻ ചിരിച്ചു നിൽക്കുന്നത്, ഇവൻ MBBS കിട്ടി. പക്ഷെ അത്ര ചിരിക്കാനില്ല മോനെ, കാരണം നിനക്ക് കിട്ടിയിരിക്കുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജ്. ഒരു 450+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടും. അത് എൻട്രൻസ് കമ്മീഷണറുടെ അലോട്ട്മെന്റ് വഴി തന്നെ കിട്ടും. 450+ ഉണ്ടെങ്കിൽ. ആ 450+ കിട്ടിയാലുള്ള കുഴപ്പം എന്താ? ഇവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ മീൻസ് ഫസ്റ്റ് കാറ്റഗറി പെടുന്ന കുട്ടികൾ അതിമനോഹരമായ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലും തൃശ്ശൂരിലും കോട്ടയത്തിലും വാർഷിക ഫീസ് 25,000 കൊടുത്ത് പഠിക്കുമ്പോൾ ഇത് പാമ്പും കോണിയും കളി പോലെയാണ്. നേരെ ഒരു ജമ്പിങ് ആണ് 9 ലക്ഷത്തിലേക്ക്. 9 lakhs പെർ ഇയർ. ഒരു വർഷത്തേക്ക് 9 ലക്ഷം. അതാണ് ചെറിയൊരു മാർക്കിന്റെ വേരിയേഷൻ വരുമ്പോൾ ലക്ഷങ്ങളാണ് പൊടിയുന്നത്. അതും കൂടെ ശ്രദ്ധിക്കണം. ശരി, അങ്ങനെ സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടാനുള്ള മാർക്ക് ഉണ്ടോ എന്നാണ് പിന്നീട് നോക്കേണ്ടത്. 450 റേഞ്ച് ഉണ്ടോ? 450 റേഞ്ച് ഉണ്ടോ? അപ്പൊ ആദ്യം നമ്മൾ വന്ന് 480 എത്തി. 480 റേഞ്ച് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതിന് കിട്ടും? സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടും. ഓക്കെ, കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് ശാസ്ത്ര കോളേജിൽ കിട്ടും. ഫീസ് പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഓക്കെ, പിന്നെ നമുക്ക് മറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടാൻ യോഗ്യതയുണ്ടോ? മറ്റ് സംസ്ഥാനത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? അതർ സ്റ്റേറ്റ് ചാൻസസ് ഉണ്ടോ? എല്ലാവരും ചോദിക്കുന്ന ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതർ സ്റ്റേറ്റ് ചാൻസസ് എന്ന് പറയുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ, അല്ലെ ഒറീസ, നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുന്ന അവിടെയൊക്കെ കൊടുക്കാം. പക്ഷെ പല സംസ്ഥാനങ്ങളുടെയും ഈ സെൽഫ് ഫിനാൻസിങ് അഡ്മിഷൻ പ്രോസസ്സിൽ ഒരു ക്ലാരിറ്റി പോരാ എന്ന് ഞാൻ പറയും. അപ്പൊ ഞാനത് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കുറച്ച് സംസ്ഥാനങ്ങളെ വളരെ കൃത്യമായിട്ട് അറിയാം, പക്ഷെ പലതിലും ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഫീസ് റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് 12 ലക്ഷം രൂപ മുതൽ 22 ലക്ഷം രൂപ വരെയാണ് പല സ്ഥലത്തും. ഡീംഡൊക്കെ ആകുമ്പോൾ 20+ വരും. അപ്പോൾ അതിലും ചെറിയ ഫീസിൽ പഠിക്കാം എന്ന് കരുതി പോവരുത്. 12 lakhs+ ഒരു വർഷം 12 ലക്ഷം രൂപയുടെ മുകളിലേക്ക് കണക്കാക്കണം. അപ്പൊ ഏകദേശം 4 വർഷത്തേക്ക് വരുമ്പോൾ 48, 55, 60 ലക്ഷം രൂപയോളമെങ്കിലും നിങ്ങൾ കണക്കാക്കണം ഈ സെൽഫ് ഫിനാൻസിങ്ങിന് പുറത്തു പോയിട്ട് പഠിക്കുമ്പോൾ. ലോവർ ഫീസിൽ 1 ലക്ഷത്തിന് 2 ലക്ഷത്തിന് എവിടെയും നിങ്ങൾക്ക് MBBS പുറത്തു പോയി പഠിക്കാൻ പറ്റില്ല. പിന്നെ ചില പ്രത്യേക സ്കീമുകളിലൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അതിനൊന്നും ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല. അതുകൊണ്ട് കർണാടക ഏകദേശം നമുക്ക് 80,000 ടു, ഇത് അപ്രോക്സിമേറ്റ് ഫിഗർ ആണ്, 80,000 ടു 2.5 lakhs വരെ പോവാം. തമിഴ്നാട് 92. അത് ഈ 2.5 എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ കോളേജൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തമിഴ്നാട് എന്ന് പറയുമ്പോൾ 90 ടു 2 lakhs വരെ പോവാം. 80,000 മുതൽ. ഇതെന്താ ഈ 2 lakhs എന്താ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് ആണ്. നിങ്ങൾക്കിപ്പോ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയില്ല, ആ റാങ്കാണ് പറയുന്നത്. മഹാരാഷ്ട്രയിൽ ഇത് 80 മുതൽ 180 വരെ പോവാം. ഉത്തർപ്രദേശിൽ കണ്ടോ 120 മുതൽ 3 ലക്ഷം. അപ്പൊ എനിക്കൊന്ന് ഈ 3 ലക്ഷം റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഈ 80,000 റാങ്ക് ഏകദേശം അപ്രോക്സിമേറ്റ് എത്ര റേഞ്ച് വരുന്ന അറിയാം? 80,000 എനിക്കൊന്ന് ഒരു 430, 440 ആ റേഞ്ചിലേക്ക് വരും. അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ UP-യിലൊക്കെ 1.2 lakhs എന്ന് പറയുമ്പോൾ ഐ തിങ്ക് അതൊരു 410, 415 ആ റേഞ്ചിലേക്കൊക്കെ വരും. 420 ആ റേഞ്ചിലേക്ക്, 410 താഴെ വരും. 405, 400 വരുന്നുണ്ട്. 398 ഒക്കെ വരുന്നുണ്ട്. ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ വളരെ കുറഞ്ഞ, അതായത് ഒരു 400 മാർക്കിനൊക്കെ കിട്ടുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം നോർത്തിലാണ്. നോർത്തിൽ ഒരുപാട് കോളേജുകളുണ്ട്. പക്ഷെ കോളേജുകൾ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അവിടുത്തെ സൗകര്യങ്ങൾ, അല്ലെ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. ഇതാണ് നിങ്ങളുടെ അടുത്ത സാധ്യത. പക്ഷെ ഇതിനൊക്കെ 10 lakhs+ ഓർ 12 lakhs+ കാണണേ മക്കളെ. ചെറിയ ഫീസിൽ പഠിക്കാന്ന് വെച്ചാൽ അവിടെ നിന്ന് അപ്ലിക്കേഷൻ കൊടുക്കണ്ട. പ്രത്യേക ഒരു ഇൻഫർമേഷൻ, ഇതിന്റെ പ്രോസസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളുടെയും മാനേജ്മെന്റ് ക്വാട്ടയിലേക്കുള്ള അഡ്മിഷന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ അടുത്ത സാധ്യത മനസ്സിലായില്ലേ? ഇനിയിപ്പോ മറ്റു കോഴ്സുകളുടെ ചാൻസും കൂടെ ഒന്ന് നോക്കാം, അല്ലെ? മറ്റു കോഴ്സുകളുടെ ചാൻസ് കൂടെ നോക്കാം. മറ്റു കോഴ്സുകളുടെ ചാൻസ് എന്ന് പറയുന്ന സമയത്ത് BDS ഓൾ ഇന്ത്യ ക്വാട്ടയിൽ ഒരു 520, കേരളത്തിൽ 520. അപ്പൊ അടുത്തത്, അപ്പൊ MBBSന്റെ കാര്യം കഴിഞ്ഞു. എന്താണ് MBBSന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്താ പിന്നെ ഒരു MBBS ഉള്ളത്? പുറത്തു പോയിട്ട് പഠിക്കാൻ. അതിന് നീറ്റ് ജസ്റ്റ് ക്വാളിഫൈഡ് ആണ്. പക്ഷെ പുറത്തു പോകുന്ന പല യൂണിവേഴ്സിറ്റികളുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തിരിച്ചു വന്നിട്ടൊരു എക്സാംസ് ഉണ്ട്. അതൊന്നും നമുക്ക് കൃത്യമായിട്ട് ഇതിലൊരു കോച്ചിങ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ ചോദിക്കുന്ന കമന്റ് ഉണ്ട്, എബ്രോഡ് MBBS എന്താണ്, അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം അത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കുക കേട്ടോ. എന്തൊരു വിഷയം അല്ലാത്തതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉണ്ടോ ഞാൻ കുറച്ച് വീഡിയോ ചെയ്യാം. പക്ഷെ നീറ്റ് കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ നിർവാഹമില്ല. ശരി.
അപ്പൊ പിന്നെ വേറെന്താ, പല്ലിന്റെ ഡോക്ടർ ആവാം, അല്ലെ BDS എടുക്കുക, ഡെന്റൽ സർജൻ ആവാം. ഡെന്റൽ സർജൻ ആവണമെങ്കിൽ ഓൾ ഇന്ത്യ ക്വാർട്ടയിൽ നമുക്കൊരു 520 മാർക്ക്, 520 പ്ലസും കേരളത്തിലെ 530 പ്ലസുമാണ് കണക്കാക്കുന്നത്. അതുണ്ടോന്ന് നോക്കി, ഉണ്ടെങ്കിൽ BDSന്റെ വഴിയിലേക്കൂടെ നോക്കാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് വെറ്റിനറി. വെറ്റിനറി നമ്മൾ കണക്കാക്കുന്നത് ഓൾ ഇന്ത്യ ക്വാർട്ടയിൽ ഒരു 510, 515 ആ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ക്വാർട്ടയിൽ വെറ്റിനറി കിട്ടാം. നല്ല സാധ്യതയുള്ളതാണ്. പക്ഷെ സീറ്റുകളുടെ എണ്ണം കുറവാണ്, ശ്രദ്ധിക്കണം. കേരളത്തിൽ ഒരു 530 അത്യാവശ്യം ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു 530 പ്ലസ് ആണ് നമ്മൾ വെറ്റിനറിക്ക് കണക്കാക്കുന്നത്. അതുണ്ടോ നോക്കാം. ഇതെല്ലാം ഓരോന്നോരോന്ന് നോക്കി നോക്കി വരികയാണ്. പിന്നെ അഗ്രികൾച്ചർ നമ്മൾ കണക്കാക്കുന്നത്, കേരളത്തിൽ ഇപ്പൊ അഗ്രികൾച്ചർ ഡിവൈഡ് ചെയ്ത് പോയി. ഇപ്പൊ കേരളത്തിന്റെ പുറത്ത് നമുക്ക് നീറ്റ് സ്കോർ വഴി അഗ്രികൾച്ചർ പോകാനും ബുദ്ധിമുട്ടാണ്. അവിടെ എല്ലാം CUET സ്കോറാണ് എടുക്കുന്നത്. കേരളത്തിൽ അഗ്രികൾച്ചർ ഒരു 510 പ്ലസ്, 510 പ്ലസ് ഒരു 505 മുതലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അഗ്രികൾച്ചറിന് വരുന്നുണ്ട്, അത് നോക്കാം. അതിന് പോകുന്നുണ്ടോ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആയുർവേദ ഒരു 480 പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ആയുർവേദ നമുക്ക് നോക്കാം. അല്ല, ആയുർവേദ ഒക്കെ നല്ല ഡിമാൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായ ആത്മാർത്ഥയോടെ ജോയിൻ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തൊരു കൗൺസിലിംഗ് ആയുർവേദക്ക് ഒരു വർഷം ചേർന്നിട്ട് വീണ്ടും നീറ്റ് എഴുതിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ മോളെ, നീ കഴിഞ്ഞ ഒരു വർഷം നിന്റെ കോളേജ് എൻജോയ് ചെയ്തോ? ഞാൻ കോളേജിൽ പോയിട്ടില്ല, ഒരാഴ്ച പോയി. പിന്നെ നമ്മള് പിന്നെ ആ കുട്ടിക്ക് എന്ന് വെച്ചാൽ ഒരു ന്യൂമറിക്കൽ എബിലിറ്റി ഭയങ്കര കുറവാണ്. അതായത് അത്രത്തോളം അങ്ങനെ ഒരു മൂന്നാമത്തെ പ്രാവശ്യം ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പൊ ചില കാര്യങ്ങൾ പ്രാക്ടിക്കലി നമ്മൾ ശരിക്കും ആലോചിക്കണം. ശരിക്കും ആ കുട്ടിക്ക് ആയുർവേദം ഓൾറെഡി അഡ്മിഷൻ കിട്ടി, ആ ക്യാമ്പസ് എൻജോയ് ചെയ്യുക, പുതിയ സൗഹൃദങ്ങൾ എൻജോയ് ചെയ്യുക. അവിടുത്തെ ആയുർവേദത്തിന് ഡിമാൻഡ് ഇല്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം അടുത്ത എന്താണെന്നുള്ളത്. അങ്ങനെ 2 ദിവസം പറഞ്ഞു ഒരു കേസ് വരുന്ന സമയത്ത് പറയുന്നത്. ഹോമിയോ ചെയ്യാൻ പറ്റാണ്. 460 പ്ലസ് ഒക്കെ കിട്ടിയ കേരളത്തിൽ നിങ്ങൾക്ക് ഹോമിയോ പഠിക്കാം. പിന്നെ ഫോറസ്ട്രി, ഫിഷറീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു 460 പ്ലസ് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത്തരം അതായത് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പോകുന്നുണ്ടോങ്കിൽ നിങ്ങളുടെ റാങ്ക് റേഞ്ച് ഇതും കമ്പയർ ചെയ്തിട്ട് ഇത് പറ്റും എന്നുള്ള കാര്യം കൂടെ നോക്കുക. അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഫിനിഷ് ചെയ്ത് വരികയാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഇനി ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ കൃത്യമായിട്ട് ഞാൻ പറയാണ്. ഓൾ ഇന്ത്യ കോട്ട നോക്കാം, കേരള നോക്കാം, കേരള സെൽഫ് ഫിനാൻസിങ് നോക്കുക. ക്ലിയർ അല്ലേ? ഓൾ ഇന്ത്യ കോട്ട ചെക്ക് ചെയ്യുക, കേരള കിട്ടാനുള്ള മാർക്ക് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ കേരള സെൽഫ് ഫിനാൻസിങ് കിട്ടാനുള്ള മാർക്ക് ഉണ്ടോ നോക്കുക. അതർ സ്റ്റേറ്റ് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഈ പറഞ്ഞിരിക്കുന്ന ഛത്തീസ്ഗഡ്, ബീഹാർ, UP ഒക്കെ പോകുന്നുണ്ടെങ്കിൽ 12 ലക്ഷത്തിന്റെ മുകളിൽ അത് പറ്റുമോ നോക്കുക. അടുത്ത ചാൻസ് എന്ന് പറയുന്നത് അലൈഡ് കോഴ്സസ് പറ്റുമോ നോക്കുക. ഇതിനൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ മാർക്ക് അത്ര വേണമെന്നില്ല. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഐഡി ഉണ്ടാക്കുക. എന്നിട്ട് ബാക്കി അടുത്ത ഓരോ വീഡിയോസ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? ചെറിയ ലെറ്റേഴ്സ് ആണ്, കാണാൻ പറ്റുമെന്ന് അറിയില്ല. 12 വിവിധ സ്റ്റെപ്പുകള്. നെക്സ്റ്റ് സ്റ്റെപ്സ്. ഈ വീഡിയോന്റെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്, തംബ്നെയിൽ കണ്ടിട്ടുണ്ട്. എന്താ തംബ്നെയിൽ അല്ലെ? അലോട്ട്മെന്റ് കൺഫ്യൂഷൻ, പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് റാങ്കിന്റെ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫിന്റെ കൺഫ്യൂഷൻ, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാ വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. മക്കളെ, നെക്സ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഹോൾ ടിക്കറ്റ് പല ഘട്ടങ്ങൾ ആവശ്യം വരും. പലപ്പോഴും അഡ്മിഷന് പോകുന്ന സമയത്ത് ഹോൾ ടിക്കറ്റ്, അഡ്മിറ്റ് കാർഡ് ചോദിക്കുന്നത്. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കോർ കാർഡും കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചെറിയൊരു സംഗതി, കുട്ടിയുടെ ഓരോ മാനസികാവസ്ഥ പോകുന്ന ഒരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയും പാരന്റും വന്നിട്ട് കുട്ടി പറയാണ് എൻ്റെ റാങ്ക് ഇത്രയാണ് എന്ന്. കുട്ടി റാങ്ക് ഇത്രയാണെന്ന് പറഞ്ഞ സമയത്ത് കുട്ടി അതിൽ ചെറിയൊരു തിരുത്തൽ വരുത്തുകയാണ് ഇതിലാ സ്കോർ കാർഡിൽ. അപ്പൊ പാരന്റിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടി തിരുത്ത. ഈ പാരന്റിനൊന്നും അറിയില്ല, അധികം വലിയൊരു നോളജ് ഇല്ലാത്തൊരു മനുഷ്യന്. പക്ഷെ എനിക്കിത് സങ്കടം വന്നു. എനിക്ക് പാരന്റിനോട് പറയാൻ പറ്റും. എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി കുട്ടി തിരുത്തൽ വരുത്തി കൊണ്ടുവന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ പാരന്റ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ എനിക്ക് പാരന്റ് മുന്നിൽ കുട്ടിയെ മോശമായി കഴിഞ്ഞാൽ അതും ശരിയല്ല. ഞാൻ കുട്ടിയെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഇത് തിരുത്തിയതാണല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അവള് തുറന്ന് സംഭവിച്ചു. അപ്പൊ അവള് പറഞ്ഞത്, സാറേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള. അപ്പോ ഭയങ്കര സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. പക്ഷെ ഒന്നിലും നമ്മൾ തകരാൻ പാടില്ലാന്നേ. അങ്ങനെ ഒരു പേന കൊണ്ടൊരു തിരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ മാറുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മൾ തകർച്ചനെ നമ്മൾ അങ്ങ് ഫേസ് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകും. അടുത്ത സ്റ്റെപ്പ് നോക്കടേ. ലൈഫ് ഇങ്ങനെ വരുന്ന കിടക്കല്ലേ, അടുത്ത സ്റ്റെപ്പ് നോക്കുന്നേ.
ഇനി പറ്റുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചെയ്യാം, അല്ല വേറെ കോഴ്സ് നോക്കിയിട്ട് ചെയ്യാം. ലൈഫ് ഇത് കിട്ടാത്തതുകൊണ്ട് ജീവിതം തകർന്നു പോകേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പ്ലീസ്. അപ്പൊ തിരിച്ചു വരിക. അപ്പൊ നമ്മുടെ ഹോൾ ടിക്കറ്റും പിന്നെ സ്കോർ കാർഡും എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കണം കേട്ടാ, പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കണം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരു നിങ്ങളുടെ ഫോണിലോ മെയിലിലോ അയച്ച് അതിന്റെ ഒരു കോപ്പി ഇടുകയും ചെയ്യുക. ഓക്കെ. രണ്ടാമതെന്ന് വെച്ചാൽ ഓപ്ഷൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചോ. എന്താ ഓപ്ഷൻ ലിസ്റ്റ്? 2 ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കണം. അതിന് രണ്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാം. അടുത്ത എന്റെ വീഡിയോ അതാണ്, എങ്ങനെയാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക. ഒന്ന് ഓൾ ഇന്ത്യ ഓപ്ഷൻ ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം, നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്. കേരള ഓപ്ഷൻ ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം. അപ്പൊ അത് എന്റെ വീഡിയോനെ കാണുന്നില്ല, നമ്മുടെ സൈലത്തിന്റെ വീഡിയോനെ കാണുന്നില്ല, ഇഷ്ടംപോലെ വേറെ വീഡിയോസ് ഉണ്ട്, അത് കാണാം, നോക്കുക, സെറ്റാക്കുക. മൂന്നാമത്തെ ഒരു പോയിന്റ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ ദ MCC ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്. ആദ്യമായിട്ട് നടക്കുന്ന ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആണ്. എത്രയോ പ്രാവശ്യം പറഞ്ഞ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ 15% സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റിനാണ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്. AIQ സ്റ്റാൻഡ് ഫോർ ഓൾ ഇന്ത്യ കോട്ട, MCC അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ആ MCC അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കാൻ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിന്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കുക. ഓൾ ഇന്ത്യ ക്വാട്ടയിലുള്ള 15% സീറ്റുകളിൽ നിർബന്ധമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കിട്ടുമോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. മിനിമം റേഞ്ച് ഒരു 400 മുകളിലൊക്കെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പങ്കെടുത്ത് നോക്കാന്നേ, പങ്കെടുത്ത് നോക്കേ, ബാക്കി പിന്നെ നോക്കാം കേട്ടോ. അപ്പൊ അത് 4ാമത്തെ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലോഡ് യുവർ റോൾ നമ്പർ ആൻഡ് അപ്ലിക്കേഷൻ നമ്പർ ഇൻ കേരള CE വെബ്സൈറ്റ്. നമുക്ക് കേരള അലോട്ട്മെന്റിൽ പങ്കെടുക്കണം, വളരെ സുപ്രധാനമായ ഒരു കാര്യം ചെയ്യണം. കേരളത്തിന്റെ CE വെബ്സൈറ്റ് ഡേറ്റ് വന്നിട്ടില്ല, ഇപ്പൊ തന്നെ ചാടിക്കറി പോയിട്ട് ചെയ്യണ്ട, ഡേറ്റ് വന്നിട്ടില്ല, വെയിറ്റ് തിരക്കാക്കല്ല. കേരളത്തിന്റെ വെബ്സൈറ്റിൽ CE വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ റോൾ നമ്പർ അപ്ലിക്കേഷൻ നമ്പറും കൊടുക്കാനുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പാർട്ടിസിപ്പേറ്റ് ഇൻ കേരള അലോട്ട്മെന്റ് നോർമലി ആഫ്റ്റർ ഫസ്റ്റ് റൗണ്ട് ഓഫ് MCC അലോട്ട്മെന്റ്. ഈ പറഞ്ഞിരിക്കുന്ന സംഗതി ഉണ്ടല്ലോ MCC അലോട്ട്മെന്റ്, അത് 1ാമത്തെ ഘട്ടം കഴിയുമ്പോഴും കേരള അലോട്ട്മെന്റ് തുടങ്ങും. അതിലങ്ങ് പോയി പങ്കെടുക്കുക. പരമാവധി ഓപ്ഷൻ കൊടുത്ത് സെൽഫ് ഫിനാൻസിങ് നോക്കുന്നുണ്ടോ അങ്ങനെ അറിയാലോ, 9 ലക്ഷം രൂപ വരെ ഫീസ് നോക്കുന്നുണ്ട്, അതും കൂടി ചെയ്ത് ഓപ്ഷൻ കൊടുക്കാം. രജിസ്റ്റർ ഫോർ അതർ സ്റ്റേറ്റ് മാനേജ്മെന്റ്, നേരത്തെ പറഞ്ഞ സംഗതി, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, ആന്ധ്രാപ്രദേശ്, UP, ബീഹാർ പോകുന്നുണ്ടോ, ഫീസ് അടക്കാൻ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ. തമാശക്ക് നോക്കണ്ട, ഫീസ് ഇല്ലാണ്ട് നടക്കില്ല അവിടെ. ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞു. രജിസ്റ്റർ ഫോർ അതർ സ്റ്റേറ്റ് മാനേജ്മെന്റ് കോട്ട, ക്ലിയർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് യുവർ ഡോക്യുമെന്റ്സ് റെഡിയാക്കണം. എന്തൊക്കെ? നേരത്തെ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ഒറിജിനൽ വേണം. ഏതൊക്കെ? ഈ പറഞ്ഞിരിക്കുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, കുറെ ഡോക്യുമെന്റ്സിന് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, സെറ്റായിട്ട് അതൊന്ന് നോക്കി നോക്കുക. ഇഫ് അലോട്ടഡ് ജോയിൻ ദ കോളേജ് ഓൺ ദ കറക്റ്റ് ഡേ, പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യണം. ആ കറക്റ്റ് ഡേറ്റിൽ ജോയിൻ ചെയ്യണം, ഫീസ് അടക്കണം, ആ കാര്യം ശ്രദ്ധിക്കുക. ഇഫ് നോട്ട് അലോട്ടഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെന്റ്. ആദ്യഘട്ട അലോട്ട്മെന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, നിരാശരാവണ്ട. അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഇതൊരു യുദ്ധം പോലെയാണ്. അവസാന നിമിഷം വരെ കാത്തു നിൽക്കണം. ഏത് സമയത്താണ് യുദ്ധത്തിൽ ശത്രു വീക്കാവെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ പോയിട്ട് അറ്റാക്ക് ചെയ്യുക അല്ലെ. അതുപോലെ ഇത് അലോട്ട്മെന്റ് പ്രോസസ്സിൽ മിക്ക ആൾക്കാർ ഈ അലോട്ട്മെന്റ് പ്രോസസ്, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. 23 ലക്ഷം ആൾക്കാർ ഈ നീറ്റ് പരീക്ഷ എഴുതി അതിൽ ക്വാളിഫൈഡ് ആൾക്കാരിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 1 ലക്ഷം ആൾക്കാർ അലോട്ട്മെന്റിൽ പങ്കെടുത്താലും, ഒരു എക്സാമ്പിൾ പറയാണ്, 1 ലക്ഷം അല്ല പങ്കെടുക്കാൻ, 1 ലക്ഷം ആൾക്കാർ അലോട്ട്മെന്റ് പങ്കെടുത്താലും അതിലൊരു 45,000 50,000 ആൾക്കാരും 1 or 2 റൗണ്ട് ചെയ്യുമ്പോൾ അങ്ങ് ക്വിറ്റ് ചെയ്യും. വളരെ ചുരുക്കം ആൾക്കാരാണ് അവസാന റൗണ്ട് വരെ പൊരുതി നിൽക്കുന്നത്. എന്തായിട്ട് എവിടെ വേക്കന്റ് സീറ്റ് ഉണ്ടോ, ലാസ്റ്റ് മോക്കപ്പ് റൗണ്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവൈലബിൾ സീറ്റ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കി ലാസ്റ്റ് റൗണ്ടിൽ പൊരുതി നിൽക്കേ, ബാക്കി നോക്കാം കേട്ടോ. പിന്നെ സപ്പോസ് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? 2 അലോട്ട്മെന്റ് വരാണ്ട് ആയുഷ് അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യ വെറ്റിനറി അലോട്ട്മെന്റ് വരാണ്ട്. ആയുഷ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ ആയുർവേദ, ഹോമിയോ, സിദ്ധ ഇതിനൊക്കെ നടക്കുന്ന അലോട്ട്മെന്റ് ആണ്. അതിൽ പങ്കെടുക്കുക. അതും പിന്നെ അതിനൊക്കെ ശരിക്കും അവസാനം എത്ര സീറ്റാ വേക്കൻസി വരുന്നത് അതിലങ്ങ് പങ്കെടുക്കുക. പിന്നെ ഓൾ ഇന്ത്യ വെറ്റിനറി അലോട്ട്മെന്റ് ഉണ്ട്, അതിലും പങ്കെടുക്കുക. അപ്പൊ നിരാശരാവേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് 12ാമത്തെ ഒരു പോയിന്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റൂല. ഓൾവേസ് മേക്ക് എ പ്ലാൻ ബിഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എനി അലോട്ട്മെന്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് സർട്ടൻ ദാറ്റ് യു വിൽ ഗെറ്റ് ദ സീറ്റ് ഇഫ് യു ഡോണ്ട് ഹാവ് ദ റിക്വയർഡ് റാങ്ക്. അതായത് റിക്വയർഡ് റാങ്ക് ഇല്ലാത്ത, വളരെ വലിയ റാങ്ക് ഒന്നും കിട്ടാത്ത കുട്ടികൾ എപ്പോഴും അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ ഒരു ബി പ്ലാൻ ഉണ്ടാക്കണം. കാരണം ഇതിൽ കുറെ ഭാഗ്യമുണ്ട്, നമ്മുടെ റാങ്ക് ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ അമിതമായ പ്രതീക്ഷകളോട് പങ്കെടുക്കുക. എനിക്ക് എന്തായിട്ട് കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കുക. എപ്പോഴും പ്ലാൻ ബി ഉണ്ടാക്കുക.
അപ്പൊ ഇത്തരത്തിലെ 12 സ്റ്റെപ്പുകളായിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തു നിൽക്കുക. അലോട്ട്മെന്റ് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കണം, പിന്നെ മറ്റ് സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസിന് വേണ്ടി കാത്തു നിൽക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം.